ഹലോ വെൽക്കം ബാക്ക്. കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുള്ള ആ കുഴഞ്ഞു പോവാത്ത ബീഫ് ചില്ലിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോകുന്നത്. ചൂടാറിയാലും ഒരുപോലെ നിൽക്കുന്ന ബീഫ് ചില്ലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ജീരകം, വലിയ ജീരകമാണ്, ഒരു സ്പൂണോളം ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ ടീസ്പൂൺ അളവിലെടുക്കുന്നതുകൊണ്ട് തന്നെ 5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് വേണ്ട ഉപ്പുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന കാര്യം ഓപ്ഷണലാണ്, തീരെ ചേർക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ചേർക്കുന്നത്. ഫുഡ് കളറാണ്. ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പല ഫുഡും കഴിക്കുന്നതല്ലേ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട സുർക്ക കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ടാവും. വിനെഗറാണ്, വൈറ്റ് വിനെഗർ. എന്നിട്ട് നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ, കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. അപ്പോൾ ബീഫ് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വിസിലടുപ്പിച്ചെടുത്താണ്. 5 വിസിൽ ഹൈ ഫ്ലെയിമിൽ അടുപ്പിച്ചിട്ട് ഓഫ് ചെയ്തിടുക. ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിപ്പോൾ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ട്. ഒന്നുകൂടി തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് ഓരോ ബാച്ച് ആക്കിയിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കാരണം ഒരുമിച്ചിട്ടാൽ കുഴയ്ക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടാതെ ഇങ്ങനെ കുടഞ്ഞിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. പൊരിക്കാൻ പോകുന്ന ആ ടൈമിൽ മാത്രം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതിന് മുന്നേ ചേർത്ത് കൊടുക്കരുത്, മൊത്തത്തിൽ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതി കേട്ടോ. പൊരിക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം കോൺഫ്ലവർ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ കുഴയ്ക്കുന്ന സമയത്ത് ഇതുപോലെ കുടഞ്ഞിട്ട് തന്നെ കുഴച്ചെടുക്കാനും ശ്രദ്ധിക്കുക. ഇനി എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം തീ കുറയ്ക്കൊന്നും വേണ്ട. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൊത്തം അതുപോലെ ഇങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടത്. പിന്നെ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം കൂടി കുത്തി കൊള്ളിച്ച് മൊത്തത്തിൽ അങ്ങനെ പാത്രം നിറയ്ക്കരുത്. ആ ഒരു എണ്ണയിൽ തട്ടി നിൽക്കാൻ പാകത്തിന് മാത്രം കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും കുറച്ച് ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബീഫ് ഫ്രൈ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.